ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നിങ്ങൾക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഫർണിച്ചർ വീഡിയോ അല്ല, ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ പാനലിൻ്റെ ട്രിപ്പാണ്. എറണാകുളത്ത് നിന്നും പത്തനംതിട്ട ഭാഗത്തോട്ട് സോളാറിൻ്റെ പാനൽ കൊണ്ടുപോകുന്ന ട്രിപ്പാണ്. നമ്മുടെ കമ്പനിയുടെ ട്രിപ്പ് അല്ല കേട്ടോ, ഇത് പുറത്തുനിന്ന് കിട്ടുന്ന ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വണ്ടി ഇന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മളെന്നും ഡെലിവറിക്ക് പോകുന്ന വണ്ടിയല്ല ഇന്ന് ബഡാ ദോസ്താണ് നമ്മുടെ കയ്യിലുള്ളത്. അവർ കസ്റ്റമർ വിളിച്ചപ്പോൾ പറഞ്ഞ് വലിയ വണ്ടി വേണമെന്ന് പറഞ്ഞ് സാധാ ദോസ്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബഡാ ദോസ്തായിട്ട് പോയതാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ സാധാ ദോസ്തിന് കയറാനുള്ള ലോഡ് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ബഡാ ദോസ്തായിട്ട് വന്നതല്ലേ എന്ന് കരുതി ഈ വണ്ടിയിൽ തന്നെ ലോഡ് കയറ്റി. ഇത് ആയിട്ട് ലോഡെല്ലാം കയറ്റി ഞങ്ങൾ പത്തനംതിട്ട ഭാഗത്തോട്ടാണ്. ഇന്നത്തെ ഡെലിവറി തന്നെയാണ്, രണ്ട് വീട്ടിലോട് ഡെലിവറി ചെയ്യാനാണ്. സോളാർ പാനലാണ്. അപ്പോൾ ഞങ്ങൾ ലോഡ് കയറ്റി ടൗൺ ടച്ച് ചെയ്യാതെയാണ് ഞങ്ങൾ കൂടുതലും പോയത്. ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഞങ്ങൾ കൂടുതൽ സഞ്ചരിച്ചത്. നല്ല വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് അകത്തൂടെ ഇങ്ങനെ പോയത്. അതുകൊണ്ട് നല്ല ഏരിയകളും നല്ല വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി, നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റി. ഈ വഴിയിലൂടെ പോകുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്ന ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് തിരഞ്ഞെടുത്തത്. ഫർണിച്ചറുമായിട്ട് ഞങ്ങൾ ഇതുവരെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഇന്നത്തെ ട്രിപ്പ് ഇതുപോലെ പത്തനംതിട്ട ഭാഗത്തോട്ടാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ റൂട്ട് തിരഞ്ഞെടുത്തത്. കാരണം വണ്ടികളും കുറവായിരിക്കും, നല്ല വ്യൂ കിട്ടും. നല്ല സ്ഥലങ്ങളാണ് ഇതുവഴി പോകുമ്പോൾ. പാടങ്ങളും ചെറിയ പാലങ്ങളും തോടുകളും അരുവികളൊക്കെ ആയിട്ടുള്ള നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിന്ന് ഈ വഴി വന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വിദേശത്തിരിക്കുന്ന മലയാളികൾ കാണാൻ വേണ്ടി മാത്രമാണ് ഈ വഴി വന്നത്. കാരണം അവർക്ക് ഈ യൂട്യൂബ് വഴി ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ അവർക്ക് അതിനൊരു സന്തോഷം ഇതൊക്കെ കിട്ടത്തുള്ളൂ. കാരണം അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ അവർക്ക്. വിദേശത്തിരുന്നു കൊണ്ട് അവർക്ക് നമ്മുടെ നാട്ടിലെ പാടങ്ങളും തോടുകളും അരുവികളൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കാണുന്നവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെയുള്ള റോഡ് ഞങ്ങൾ തിരഞ്ഞെടുത്ത്, അല്ലാതെ വേറെ ഒന്നുമല്ല. വീഡിയോയിലൂടെ നിങ്ങൾക്കത് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒരുപാടൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും അതൊരു ബോറായി തോന്നും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാതൊന്നും ഉൾപ്പെടുത്തിയില്ല. അത്യാവശ്യം നല്ല ഏരിയകളൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുത്ത് ഇതാക്കി അപ്ലോഡ് ചെയ്തു. അല്ലാതെ കൂടുതലൊന്നും ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം വേണ്ട നല്ല ഷോർട്സുകൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ ഞങ്ങളെടുത്തുണ്ട്, പക്ഷേ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞതിൻ്റെ ലെങ്ത്ത് ഒരുപാടാവും, അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ അത്രത്തോളം ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ഈ പാടങ്ങളും തോടുകളും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെല്ലുന്ന ഇതിലും മനോഹരമായ സ്ഥലത്തേക്കാണ്. അത് ഇതുപോലെ പ്രകൃതി രമണീയമായ ഗ്രാമപ്രദേശങ്ങളും പാടങ്ങളും തോടുകളൊന്നും അല്ല, അത് നമ്മുടെ ടൗണുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലെ ടൗൺ അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, എല്ലാ ഷോപ്പും ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മഞ്ഞ കളർ സീറോ ബൾബോ അല്ലെങ്കിൽ LED ലൈറ്റ് ഏതെങ്കിലും ഒരു കളറ് ഇട്ട് അലങ്കരിക്കും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴത്തെ ഷോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വല്ല എന്തോ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് പോലെയാണ് ഇപ്പോഴത്തെ ഷോപ്പുകളുടെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ. രാത്രി ആയി കഴിഞ്ഞാൽ അതും പ്രത്യേകിച്ച് ഒരു 6 മണി മുതൽ 7 മണി വരെ ആ സമയങ്ങളിൽ പുറത്ത് അത്ര ഇരുട്ടായിട്ടുണ്ടാകത്തില്ല, എന്നാൽ അത്യാവശ്യം ഇരുട്ട് ആയി തുടങ്ങുന്ന ആ ഒരു സമയങ്ങളിൽ ഷോപ്പുകളും ആ ടൗണും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടം തോന്നി. ഞങ്ങൾ തന്നെ കണ്ണ് തുറച്ച് ഓരോ ഷോപ്പ് നോക്കി, ഓരോ ഷോപ്പിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങളിലൂടെ എത്തിക്കാമെന്ന് വിചാരിച്ച് അതും ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. ടൗണിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇരുട്ടായി തുടങ്ങുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ മുന്നോട്ട് പോകും തോറും വ്യൂസിൻ്റെ ഭംഗി കൂടി വരുന്നുണ്ട്. ഓരോ ഷോപ്പിലെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഷോപ്പുകളും ഭംഗിയുള്ള ഡിസൈനിലുള്ള ലൈറ്റുകളും അങ്ങനെയുള്ള ഓരോ കാഴ്ചകളാണ് ഇനി മുന്നോട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. നല്ല രസമായിരുന്നു കാണാൻ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രാത്രി വീഡിയോ ഒന്നും കട്ട് ചെയ്യാതെ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ എല്ലാം എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഏരിയകളും ഷോപ്പുകളായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടിയിൽ കയറ്റിയ ലോഡ് കണ്ടപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്. 750 കിലോന് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ വെയിറ്റ് അവർ പറഞ്ഞേക്കുന്നത്. വലിയൊരു ബോക്സാണ്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ബോക്സ് ടൈപ്പ് ഞങ്ങൾ കയറ്റിയതിന് ശേഷം കസ്റ്റമറെ വിളിച്ച് കുറച്ച് ഈ വൈകുന്നേര സമയമായിരുന്നു. കസ്റ്റമർ പറഞ്ഞ് 5:30 മുന്നായിട്ട് അവിടെ എത്തണം, വീട്ടിലാണ് ഡെലിവറി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇത് എങ്ങനെ വീട്ടിലിറക്കും. അവരാളുണ്ടാവും എന്ന് എന്നോട് പറഞ്ഞു, അവിടെ ഇറക്കാൻ ആളുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങോട്ട് വണ്ടിയിലോട്ട് കയറ്റിയത് മെഷീനൊക്കെ വെച്ചിട്ടാണ് വണ്ടിയിലോട്ട് കയറ്റിയത്. പക്ഷേ അത് വീട്ടിലോട്ട് ഇറക്കുമ്പോൾ അങ്ങനെ മെഷീനും കാര്യങ്ങളൊന്നും ഇപ്പോൾ വീട്ടിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല.
അപ്പോൾ ഇത് എത്ര പേര് പിടിക്കേണ്ടി വരും? 700-750 കിലോ ഉള്ള ഐറ്റം ഈ മുകളിൽ നിന്ന് താഴോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ 4-5 ആൾ പിടിച്ചാൽ പോരല്ലോ. അവർ പറയും ചെയ്ത് 2 പേര് വരും എന്ന് പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ ഈ 2 പേരും പിന്നെ ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. 4 പേര് പിടിച്ചാൽ എങ്ങനെ താഴത്തോട്ട് വെക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അത്രയും വെയിറ്റുള്ള ഐറ്റാണല്ലോ. 10-750 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേര് പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് അവിടെ ചെന്നപ്പോൾ മാറി കിട്ടി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം കൊണ്ട് വണ്ടിയായിട്ട് പോകുന്നത്. അത് അകത്ത് അവിടെ ചെന്നപ്പോൾ ഓരോ പാനലായിരുന്നു, സെപ്പറേറ്റ് ആയിരുന്നു. അവരത് കെട്ടുന്നത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ച് ബോക്സ് വണ്ടി അവിടെ കൊണ്ടുപോയി വീടിൻ്റെ കാർ പോർച്ചിലോട്ട് വണ്ടി ഇട്ട് കൊടുത്ത് 2 പേര് ബൈക്കിൽ വന്ന് അവർ വന്ന പാടെ ഒരു കയറുകൊണ്ടാണ് വന്നത്. ആ കയറ് അതിൻ്റെ 4 പുറം കെട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്ത് കെട്ടിയിട്ട് എന്താ പരിപാടി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതെന്താണ് ചെയ്യുന്നതെന്നുള്ളത്. കാരണം ആദ്യമായിട്ടാണ് സോളാറുമായിട്ട് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പീസായിട്ടുള്ള ഓരോ പാനലാന്നുള്ള അത്ര കണ്ട് ഇതിലുണ്ടായില്ല, ഐഡിയയിൽ വന്നില്ല. ഞങ്ങളതെന്തെങ്കിലും അതിൻ്റെ സോളാറിൻ്റെ എന്തെങ്കിലും മെഷീനറീസ് അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചേ. പിന്നെ അവരെല്ലാം കഴിഞ്ഞത് കെട്ടയച്ചപ്പോഴാണ് ഞങ്ങൾക്ക് സംഭവം മനസ്സിലായത്. ഇത് സോളാറിൻ്റെ ഓരോരോ പാനലാണ്. അപ്പോൾ അത് 2 പേര് അപ്പുറം പിടിച്ച ഓരോന്ന് എടുത്ത് വെക്കാനുള്ളതുള്ളൂ എന്നുള്ളത്. അതെല്ലാം ഈ വീഡിയോയിലുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. അതുവരെ എനിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അത് എങ്ങനെ ഇറക്കി വെക്കും എന്നുള്ളതൊക്കെ. ഒരു ഐഡിയ ഇല്ലാതെയായിരുന്നു ഞങ്ങൾ ഈ യാത്ര പോയിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. ജംഗ്ഷനിലൂടെ പോകുമ്പോഴുള്ള വ്യൂ നിങ്ങൾക്ക് തന്നെ കാണുന്ന ഓരോ ഷോപ്പിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണാം. അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതിൻ്റെ ഭംഗിയും ഓരോന്നും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ല ഭംഗിയുള്ള വ്യൂസാണ്. രാത്രി ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഭംഗിയാണ്. വിദേശത്തൊക്കെ പോയ പോലെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ. പിന്നെ നമ്മുടെ ഈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചറിൻ്റെ ഡെലിവറി മാത്രമല്ല കേട്ടോ ഉണ്ടാവുന്നത്. ഇതിൽ ഇതുപോലെ എൻ്റർടൈൻമെൻ്റ് ആയതും പല കാര്യങ്ങളും അതുപോലെ വ്ളോഗും കാര്യങ്ങളൊക്കെ പലതും ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരു ഫർണിച്ചറിൻ്റെ ഇതിൻ്റെ മാത്രം ഉദ്ദേശിച്ചിട്ട ചാനലല്ല ഇത്. ഇതിലെല്ലാം ഉണ്ടാവും. എല്ലാം നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റായി തോന്നുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഈ ചാനലിലൂടെ ഞാൻ ഇടുന്നതാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അല്ലാതെ ഈ ഒരു ഫർണിച്ചർ ഡെലിവറി മാത്രമല്ല നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. നമുക്ക് എൻ്റർടൈൻമെൻറ്റായി തോന്നുന്ന പല കാര്യങ്ങളും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അത് തുടങ്ങിയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ഫർണിച്ചർ ഷോപ്പിലാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കണ്ടൻറ്റാണ് ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പല എൻ്റർടൈൻമെൻറ്റായി തോന്നുന്ന പല കാര്യങ്ങളും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാം വരുന്ന ദിവസങ്ങളിൽ ഇടാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം വഴിയെ നമ്മളെല്ലാം തുടങ്ങിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ശരിയാവും. നല്ല രീതിയിലുള്ള നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്ന പല കണ്ടൻറ്റുകളും പല എൻ്റർടൈൻമെൻ്റായ വീഡിയോസും ഞാൻ ഇതിലിടാൻ ശ്രമിക്കാം. അതിനെല്ലാം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ ഞാനിതിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫർണിച്ചറിൻ്റെ മാത്രമല്ല പല രീതിയിലുള്ള വീഡിയോയും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കസ്റ്റമറുടെ വീട്ടിലാണ് എത്തിയേക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് മുമ്പേ ഞാൻ പറഞ്ഞ എൻ്റെ സംശയം തീർന്ന് കിട്ടിയത്. ഇതിപ്പോൾ ഈ സമയങ്ങളിലൊക്കെ എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു, അത് എങ്ങനെ ഇറക്കും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ആളുകൾ വന്ന് ബൈക്കിൽ 2 ആളുകൾ വന്ന് കയറ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കയറ് ആ സൈഡിൽ കെട്ടി ഇപ്പുറത്തെ സൈഡിലൂടെ അതിന് ചുറ്റി കെട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇതെങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞതേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സംശയം മാറി കിട്ടിയത്. ഇതുപോലെ ഒരു 10-24-25 പീസായിട്ടുള്ള പാനൽ അട്ടി വെച്ച ഒരു ബോക്സ് ആയിരുന്നു അത്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോഴാണ് എൻ്റെ 2 മണിക്കൂറത്തെ സംശയം അങ്ങ് മാറി കിട്ടിയത് ഇവിടുന്നായിരുന്നു. അതിന് ശേഷം പിന്നെ ഓരോന്നും എടുത്ത് താഴെ വെച്ച് ഇവിടെ ഒരു 12 പാനൽ പീസ് എന്തോ ആണ് കസ്റ്റമറിൻ്റെ ഈ വീട്ടിൽ വെച്ചേക്കുന്നത്. ബാക്കിയുള്ളത് തിരിച്ചു പോകുമ്പോൾ കോട്ടയത്തും പിന്നെ ഏറ്റുമാനൂർ ഒരു 6 പീസ് വേറെ കസ്റ്റമർ, അങ്ങനെ 3 വീട്ടിലോട്ടാണ് ഞങ്ങൾ ടോട്ടൽ ഇറക്കിയേക്കുന്നത്. ഇത് ഫസ്റ്റ് വീടാണ് ഇപ്പോൾ ഇത്. ഇവിടെ ഞങ്ങൾ 12 ഇറക്കി വെച്ച് അത് കഴിഞ്ഞ് അടുത്ത സ്പോട്ടിൽ ഒരു 6-5 അങ്ങനെ എന്തോ അവരാണ് ഇറക്കി വെച്ചത്. ലാസ്റ്റ് തിരിച്ച് കോട്ടയത്ത് പോകുമ്പോൾ ഒരു 5 ഉണ്ടായിരുന്നു. അത് ഞാനും എൻ്റെ കൂടെയുള്ള ഭായിയും കൂടി അവിടെ ഇറക്കി വെച്ച്. ഈ സോളാറിൻ്റെ കറക്റ്റ് എണ്ണം പറയാത്തത് വേറെ ഒന്നുകൊണ്ടല്ല, ഇത് ഇറക്കി വെക്കുന്നിടത്ത് ഇറക്കാനും ആളുണ്ടായിരുന്നു, അത് മാനേജ് ചെയ്യാനും ആളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത്ര നോക്കിയില്ല. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ജോലി ഉണ്ടായിരുന്നില്ല. ഫർണിച്ചർ കാര്യങ്ങളാകുമ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളൊക്കെ നമുക്കറിയത്തുള്ളൂ. ഇത് നമ്മളെ സംബന്ധിച്ച കാര്യമല്ല, പുറത്തുനിന്ന് കിട്ടിയ ട്രിപ്പാണ്. അതുകൊണ്ട് പിന്നെ അത്രത്തോളം ഞങ്ങളത് നോക്കിയില്ല. ലാസ്റ്റ് തിരിച്ച് പോകുമ്പോൾ കോട്ടയത്ത് ഒരു 5 ഇറക്കാനുണ്ടായിരുന്നു. അത് കറക്റ്റ് ഞങ്ങൾക്ക് എണ്ണ അറിയാം. കാരണം ഞങ്ങൾ 2 പേര് മാത്രമേ ഇറക്കി വെച്ചുള്ളൂ. അവിടെ നോക്കാൻ ആളുണ്ടായിരുന്നില്ല, ആ കസ്റ്റമറേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഈ 2 വീട്ടിൽ ഇറക്കുമ്പോഴും ഇത് ഓർഡർ ചെയ്തത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ടീം ആളുണ്ടായിരുന്നു അവിടെ.
അവരാണ് എല്ലാം നോക്കി മാനേജ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്കത് കൂടുതലൊന്നും അവിടെ നോക്കാനുണ്ടായിരുന്നില്ല. അവിടുത്തെ കഴിഞ്ഞത് അടുത്ത വീട്ടിലോട്ട് ഞങ്ങൾ ഇറക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലെത്തി. ഇവിടെ പിന്നെ അത്യാവശ്യം വെളിച്ചമുള്ളൊരു ഏരിയ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോയിൽ കുറച്ച് ക്ലിയർ കിട്ടി. ഫസ്റ്റ് ഇറക്കി കൊടുത്ത് കുറച്ച് ഇരുട്ടായിരുന്നു. അവിടെ ബൾബ് കംപ്ലൈൻ്റാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അത്ര ക്ലാരിറ്റി ഉണ്ടായില്ല. ഇവിടെ 5 6 അങ്ങനെ എന്താണ് ഇവിടെ ഇറക്കി വെച്ചത്. ഇത് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ നോക്കിയൊന്നുമില്ല. അവരിറക്കി വെച്ച് നോക്കാൻ ആളുണ്ടായതുകൊണ്ട് ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല. ഇവിടുത്തെ ഡെലിവറിയും കഴിഞ്ഞ് ഇവിടുത്തെ കസ്റ്റമറോട് ടാറ്റ ബൈ ബൈയും പറഞ്ഞ് അടുത്തത് കോട്ടയത്തുള്ള ഡെലിവറി പെട്ടെന്ന് എത്തിക്കാം എന്നുള്ള പ്രതീക്ഷയും അത് കഴിഞ്ഞ് വീട്ടിലോട്ടെത്താം എന്നുള്ള അതിൽ കൂടുതൽ പ്രതീക്ഷയും വെച്ച് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.